ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റമദാൻ 3-ൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ റമദാൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ തൊടു കൂടെ നടക്കുന്നത് എന്താ നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ? അപ്പോൾ അവിടെ 2 ചക്കപ്പഴമുണ്ട്, അത് പറിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ചിലപ്പോൾ അത് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, വെറുതെ കളയേണ്ടി വരും. പക്ഷെ എന്നാലും കാണുമ്പോൾ വെറുതെ അങ്ങോട്ട് വിടാൻ തോന്നൂല. അപ്പോൾ ഒന്ന് കൈ കൊണ്ട് തന്നെ പറിക്കാനൊക്കെ കിട്ടി. നമ്മുടെ ദിമ്മലൊക്കെ കിട്ടുമ്പോഴൊക്കെ കയറി നിന്ന് ഏന്തി വലിഞ്ഞൊക്കെ. പക്ഷെ രണ്ടാമത്തത് അങ്ങനെയൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ എന്നിട്ട് തൂട്ടിയൊക്കെ എടുത്തോണ്ട് കണ്ട് തൂട്ടിയോണ്ട് പറിച്ച് അത് 2 പടർപ്പാക്കി മണ്ണൊക്കെ അങ്ങോട്ട് ഇട്ടു. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ആയില്ലേ. പിന്നെ ആകെ കിട്ടിയ ഒരു ചക്കപ്പഴമായിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അതന്നെയാ കാണിച്ച് അപ്പോൾ ചക്കപ്പഴത്തിൻ്റെ ചെറിയൊരു ഭാഗം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ചെത്തിയിട്ട് നല്ലത് ഉള്ളത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ചൂടുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ചക്കപ്പഴം ഒക്കെ കേടന്നിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതാ നോമ്പുകള്ളന്മാർ 2 ആളും അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പരിപാടി തുടങ്ങട്ടെ. അപ്പോൾ ഒരു 1 മണി 1:30 ആ സമയമായപ്പോൾ തന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നടക്കലില്ല കേട്ടോ. വിചാരം മാത്രമേ നടക്കുകയുള്ളൂ. കാരണം അപ്പോഴൊന്നും സിനിമോൻ ഉറങ്ങൂല്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഓൻ്റെ ആ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ടല്ലേ നമ്മുടെ ഓരോ പണികളും സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓന് ഒന്ന് ഉറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ വേഗം ബാക്കി പരിപാടികൾ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന പത്തിരി തന്നെയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് 3 ദിവസമാണ് കേട്ടോ അടുപ്പിച്ച് പത്തിരി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നും മറ്റേ വറുത്തരച്ച ചിക്കൻ കറി ആയിരുന്നു കേട്ടോ, നമ്മുടെ മുളക് കറി. അപ്പോൾ ഇന്ന് എന്താ ഞാൻ ഒന്നങ്ങോട്ട് മാറ്റി പിടിച്ചാൽ ചിക്കൻ തന്നെയാണ് കേട്ടോ ഇന്നും. അപ്പോൾ ഞാനെന്നാൽ മറ്റേ കുറുമക്കറി ഇല്ലേ, വെളുത്തിട്ടില്ല, അതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിൽ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് റസ്ക്കും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആച്ചു മുട്ട ഇല്ലേന്നു, അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം ഞാൻ അത് ഓനെന്നെ അതൊക്കെ കെട്ട് അയച്ച് 2 എടുത്ത് വെച്ചാൽ മതി, ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഓനെന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി ഞാൻ അവിടെ ചെറിയ തീയിലിട്ട് കണ്ട് അങ്ങനെ വാട്ടാൻ വെച്ചിരിക്കണ്. ആ ഇടയിൽ ഞാൻ തേങ്ങാപ്പാലിനില്ല തേങ്ങ ഇങ്ങനെ ചിരക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ റസ്കിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ കട്ട്ലേറ്റ് അല്ലെങ്കിൽ ഓള വയറ്. നമുക്ക് പൊടി അഞ്ചാമത്തെ പൊടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഞാനില്ലേ ഈ പാത്രത്തിൽ കിട്ടോളൂ. മിക്സിയിൽ ഞാൻ കറക്കി തരാം, എന്നിട്ട് നിങ്ങൾ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ബ്രെഡ് സാവധാനം ബ്രെഡ് അല്ലല്ലോ, റസ്കിൻ്റെ പൊടി സാവധാനം ഉണ്ടാക്കാം. ഏതായാലും ഇതൊക്കെ ആയിട്ടല്ലേ കറിയും കടിയും ഒക്കെ അതിൻ്റെ ശേഷമല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് വിൽക്കാനില്ല, ക്ഷമയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ മിക്സിൻ്റെ ആ തിരിച്ചണ സുന ഉണ്ടല്ലോ, അതൊന്നും ഇല്ല, അതൊക്കെ പൊട്ടി പോന്നിക്കണേ. അപ്പോൾ പ്ലഗിൽ കുത്തിയിട്ട് സ്വിച്ച് ഇട്ടിട്ടൊക്കെ വേണം പരിപാടി. അപ്പോൾ പിന്നെ ഓല ഏൽപ്പിച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പൊടിച്ചു കൊടുത്തിക്കണം കേട്ടോ. റസ്ക് മോനെ തേങ്ങ വറുത്തോണ്ടിരിക്കണ്ടോ മമ്മ. അങ്ങനെ റസ്ക് പൊടിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ. 1-ാം പാലും പിന്നെ ഒന്ന് അടിച്ചിട്ട് 2-ാം പാലും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുക കറിയാണ് കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ ഒരു ഉരുളങ്കിഴങ്ങ്, കുറച്ച് ചിക്കനേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഉരുളങ്കിഴങ്ങ് വരെ ഉരുളങ്കിഴങ്ങ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ വരേന്ന് വന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നിയമോള് പയറ് കൊണ്ടുവന്ന് കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ അതിന് പറഞ്ഞതാണ് കേട്ടോ വെളിച്ചക്കൊക്കെ ഉള്ളത്. അതിപ്പോൾ ഇപ്പോഴൊന്നും നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കില്ലല്ലോ. പക്ഷേ ഒരു ആത്മാർത്ഥത കാരണം ഒരു ഇപ്പം തന്നെ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറ് വരെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളത് അത് പറയാൻ വന്നതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുരുമുളകും പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ 2-ാം പാലിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ മിക്സില്ലേ അത് അരച്ചെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു കുറച്ച് ക്യാഷും ഒരു 4-5 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ചൂടാറിയതിന് ശേഷം അരച്ച് അതും സെറ്റാക്കി വെച്ചിരിക്കണേ.
ആകെ ഒരു ഇത്തിരി സ്ഥലം ഉള്ളടത്ത് ഓരോ അതും ഇതും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കണ്ട് നിരത്തിക്കണം കേട്ടോ. ഞാൻ ആയിട്ടുണ്ടാക്കുന്ന ഓരോന്നിൻ്റെ പാത്രങ്ങൾ തന്നെ ഇപ്പം തന്നെ നിരന്ന് ആ ഒരു അത്ര ഹൈറ്റും ഉണ്ട് കേട്ടോ. പാത്രങ്ങൾ കഴുകലാണ് ഇനിയുള്ള ടാസ്ക്. അപ്പോൾ അത് ഒന്നിച്ചാണ് കേട്ടോ കഴുകുക. അപ്പോഴേക്കും നമ്മുടെ ജനക്കുട്ടൻ അവിടെ ഭയങ്കര കരച്ചിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓൻ്റെ കാര്യത്തിലൊന്ന് തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ ഞാൻ ഓന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആളൊന്ന് ഉറങ്ങിയിരിക്കണം കേട്ടോ. ആ ഉറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ ബാക്കി വന്ന് കണ്ടെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ അതിൻ്റെ അടുത്ത് അജുവിനോട് ഓഫാക്കിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഓന് അത് ഓഫാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും തീ എത്തിച്ചു കൊടുത്തിക്കണം കേട്ടോ. നമ്മളെ ചിക്കനൊക്കെ ചൂടാറി അങ്ങ് എത്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ചതില്ലേ, ക്യാഷും ഇതൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചാൽ അത് ചേർത്തെടുത്തുകൊണ്ട് അന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ റമദാനായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഫ്രീ ടൈമിൽ കണ്ടാൽ മതി. എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഫോണൊന്ന് പ്ലേ ചെയ്ത് ഇട്ടാലും മതി കേട്ടോ. നിങ്ങൾ അതിനായിട്ട് സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ എൻ്റെ വീഡിയോ കാണും വേണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ജസ്റ്റ് ഫോൺ ഓൺ ആക്കി ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ പിന്നെ തിളച്ചതിന് ശേഷം നമ്മുടെ ഒന്നാമത്തെ പാല് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ വെല്ലൊന്ന് ക്യാമറ ഓഫാക്കും. എന്നിട്ട് ഞാൻ ആ പാത്രത്തിലില്ലേ വടിച്ച് ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. അത് കാണുമ്പോൾ ചിലവർക്കൊക്കെ ഒരു ഇതാകും, എന്താണ് ഈ പെണ്ണ് കാട്ടുന്നത് എന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അത് കളയില്ല കേട്ടോ. അത്രയും തേങ്ങാപ്പാലയിൽ വെച്ച് കാണ്ടൊന്നും കളയാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഞാൻ വല്ല കൈ കൊണ്ട് മേടിച്ചിട്ട് അതിക്കിട്ട് കൊടുക്കും കേട്ടോ. വൃത്തിയിലെ കൈയാകുമ്പോൾ നമുക്ക് വിഷയമല്ലല്ലോ. പിന്നെ നമ്മളെ മക്കൾക്കും നമ്മുടെ കിട്ടിയവനൊക്കെ തന്നെയല്ലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒന്നാം പാൽ കൊടുത്ത് തിളക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞ് ഓഫാക്കി മല്ലിയില ഇട്ടെടുത്ത് സംഗതി സെറ്റാക്കി. അപ്പോൾ കറീൻ്റെ പരിപാടിയാണ് ഞാൻ ഫസ്റ്റ് കഴിച്ചത് കേട്ടോ. അപ്പോൾ കറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പൊടി വാട്ടിയെടുക്കുകയാണ്. ഇന്നും പത്തിരിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പം പത്തിരി ഉണ്ടാക്കലാണെങ്കിൽ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണേനും. അപ്പോൾ കുട്ടികൾക്ക് പത്തിരി തന്നെ വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞുട്ടിക്ക് ഇതിന് മൂന്നാമത്തെ ദിവസം പത്തിരി തന്നെ ആയാൽ ഇനിയിപ്പോൾ എന്ത് പറയുമെന്ന് അറിയില്ല. അതായത് സമയം ഉണ്ടെങ്കിൽ കുഞ്ഞുട്ടിക്ക് കുറച്ച് അപ്പം ചൂടാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് പത്തിരീൻ്റെ മാവ് അവിടെ നിന്ന് ജസ്റ്റ് അടച്ചു വെച്ചിരിക്കണേ. ആ സമയം കൊണ്ട് നമുക്കിവിടെ വലിയ കട്ട്ലേറ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബ്രെഡ് ക്രംസ് ഒക്കെ റെഡിയാക്കി വെച്ച് കുറേ നേരമായിക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിയമോളൊന്നും കാണാത്തത് എന്താ വെച്ചാൽ, ഞാൻ ജനിമോനെ ഉറക്കണ ടൈം കൊണ്ട് നിയമോളിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങി. പിന്നെ അജു കളിക്കാനും പോയിട്ടോ. അതാണ് പോലെ രണ്ടാളെയും കാണാത്തത്. അപ്പോൾ കുറച്ച് നേരത്തിന് പോലെ രണ്ടാളെയും കാണില്ല. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റിക്കൽ ഉരുളക്കിഴങ്ങ് തൊലി ചെത്തിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വെല്ലൊന്ന് വിസിലടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ അച്ചിയിൽ കിട്ടാലും മതി. കഷ്ണങ്ങളാക്കിയിട്ടാൽ വേഗം പണി ഒരുങ്ങുമല്ലോ, പെട്ടെന്ന് ആയി കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ പത്തിരി മാവ് കുഴച്ചെടുക്കാൻ. അപ്പം ഞാൻ നമ്മുടെ മാവ് വെല്ലം ഇവിടെ നിന്ന് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മുടെ കുക്കർ വല്യപ്പാനെ ആദ്യമേ കഴിച്ചിട്ടെ അടുപ്പത്ത് കയറ്റട്ടെ കുക്കറിൻ്റെ. എന്നിട്ടും ബോൾട്ടൊക്കെ ലൂസാണ്, അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മുറുക്കി കൊടുക്കണം നമ്മൾ. എന്നിട്ട് പിന്നെ നമ്മുടെ കുക്കർ അടച്ച് വെച്ച് അതൊരു 2 വിസിലടിച്ചാൽ ആ ഉരുളക്കിഴങ്ങും അവിടെ റെഡി ആയിപ്പോയി. നമ്മുടെ പത്തിരി ഉടൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കട്ട്ലേറ്റ് നമുക്ക് നിൽക്കും ചെയ്യാം. അങ്ങനെ പിന്നെ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പത്തിരി സെറ്റാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് എനിക്ക്. അപ്പോൾ മക്കൾക്കും പത്തിരി ഉണ്ടാക്കിയാൽ മതി ഉമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ സമ്മതിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇനി ഒരു 3-4 ദിവസത്തിന് പത്തിരി എന്നില്ല വാക്ക് ഇവിടെ മുണ്ടിപ്പോകരുതെന്ന് ഞാൻ പറഞ്ഞു ചെയ്തിരിക്കണം. ഇന്നും കൂടി ഉള്ളൂ കേട്ടോ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ദിവസവും അടുപ്പിച്ച് പത്തിരി ഒന്നും ഉണ്ടാക്കൽ നടക്കൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ. അപ്പം ഞാൻ ആ മാവ് മാറ്റിയില്ലേ, എന്നിട്ട് ആ ചെമ്പട്ടി എല്ലാം അവിടെ അടച്ചു വെച്ചിരിക്കണം കേട്ടോ. അതെന്തിനാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടകത്തുമ്പത്തതും കൂടി പഠിച്ചതേക്കാക്കിയിട്ട് പിന്നെ ഞാൻ നമ്മൾ പച്ചവെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ വെള്ളം കൊയ്യാം. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. പിന്നെ ഇപ്പോൾ വെള്ളം വെക്കുമ്പോൾ നമ്മൾ അളന്ന് വെള്ളം വെക്കുകയാണെങ്കിൽ ഈ പൊടിക്കുണ്ടല്ലോ, നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിച്ചതാണല്ലോ. അപ്പോൾ ഈ പൊടിക്ക് 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം പാകമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് എടുക്കുക. 1.5 കപ്പാണെങ്കിൽ ആ 1.5 കപ്പ് വെള്ളം എടുക്കും. എന്നിട്ട് നമ്മുടെ ഉപ്പും പിന്നെ എന്തെങ്കിലും വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒരു ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ വാട്ടിയെടുക്കൽ മാവ്. എന്നിട്ട് പിന്നെ നമ്മൾ ബോൾസ് ആക്കി എടുക്കുക. ഞാൻ പരത്തലില്ല കേട്ടോ, പരത്തണതാണ് എനിക്കിഷ്ടം. പക്ഷെ എനിക്കെല്ലാം പാടെ നേരം കിട്ടൂല. പരത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് പണിയാണല്ലോ. പ്രസ്സിൽ ഇതാക്കി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമയം എടുക്കും. പിന്നെ ഇപ്പം നമ്മളത് പരത്താനും കൂടി നിന്നാൽ പിന്നെ സമയം പോണ വജ്ജറിയില്ല. എന്നാലും ഈ 1 മണിക്ക് ഞാൻ ഇറങ്ങിയാലും എല്ലാ പണിയും കഴിഞ്ഞ് ആ ബാങ്ക് കൊടുക്കണതിന് 2 മിനിറ്റ് മുന്നേ ഞാൻ ഫ്രീ ആവുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ പത്തിരിൻ്റെ ബോൾസ് എടുത്ത് തരാനും തട്ടാനും ഒന്നും ആളില്ല കേട്ടോ. ചില ദിവസമേ ഓല കിട്ടുള്ളൂ, ചില ദിവസം ഓല കിട്ടൂല കേട്ടോ.
അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് വെച്ചിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്ത് 2 ദിവസമായിട്ട് അടുപ്പ് മൂട്ടലില്ല. ഞാൻ വല്ല ഗ്യാസുമ്മ തന്നെ ചുട്ട് അങ്ങനെ പണിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പ് ഇവിടെ കിടക്കല്ലേ, പിന്നെ വലിയ വിറകൊന്നുമില്ല, ഇല്ല വിറക് കൊണ്ട് ഒപ്പിച്ചാന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് വല്ല വന്ന് തീയൊക്കെ മൂട്ടിക്കണം കേട്ടോ. വിറകാണെങ്കിൽ കുറവാണേനും ഇനി വാങ്ങിയിട്ട് വേണം വിറകൊക്കെ ഉണ്ടാവാൻ. അപ്പം ഞാൻ നമ്മുടെ തീയൊക്കെ ഒന്ന് കത്തിച്ച് 2 ദിവസം കത്തിക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പം ഒന്നും ഇല്ല. വേനലല്ലേ, ഇങ്ങനെ പൊരിഞ്ഞിങ്ങനെ കിടക്കല്ലേ. അപ്പം ഞാനിനി നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് 3-4 ചൂടുന്ന വലിയ ആ ഒരു ഇൻഡാലിയത്തിൻ്റെയൊക്കെ ചട്ടി ഉണ്ട്, പക്ഷേ ഞാനത് വെക്കലില്ല കേട്ടോ. അത് ചൂടായി വരുമ്പോഴേക്കും എനിക്ക് അതിനെ വേണം ഒരു 11 വിറക്. അപ്പോൾ പിന്നെ ഞാൻ അതിന് വല്ലാതെ പണിയെടുക്കലില്ല. ആ ചട്ടി അവിടെ അങ്ങനെ പാത്തിച്ചിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. ഉള്ളിലത്തെ കോട്ടിങ്ങും ഒക്കെ വരതി കളഞ്ഞ് അങ്ങനത്തെ ഒരു പാനാണ് അത്. അപ്പം അതിൽ എന്നാലും ചെറിയ പത്തിരിയൊക്കെ ആണെങ്കിൽ 2 പോകും. അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചൂടുന്നത്. എൻ്റെ പത്തിരി പ്രസ് ചെറുതാണ്, അപ്പോൾ പിന്നെ പത്തിരിയും ചെറുതേ ഉണ്ടാകുള്ളൂ. പിന്നെ ഞാൻ വല്ലാതെ പിടിച്ച് അമർത്തലും ഇല്ലല്ലോ, പരത്തലില്ലല്ലോ പൊടി തട്ടിയിട്ട്. അപ്പം പിന്നെ അങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 വെച്ചിട്ട് ചുട്ടെടുക്കണം. അതാ നല്ല പുകയിലും ഉണ്ട് കേട്ടോ. 2 ദിവസം കത്തിക്കാത്തിൻ്റെ ദേഷ്യം കാണിക്കുകയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ വെയിലൊന്ന് ആറിയും ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ പുറത്താകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ ചൂടിന്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പുറത്തുനിന്നാക്കിയതാണ് കേട്ടോ. ഒക്കെ അകത്തുനിന്ന് ആകുമ്പോൾ ആ ഷീറ്റിൻ്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ വിങ്ങണം കേട്ടോ നമ്മളും തന്നെ. അങ്ങനെ ഞാൻ പത്തിരി ചുടൽ വേഗം തീരുമാനമാക്കിയിട്ട് വേഗം ആ അടുപ്പത്ത് തന്നെ തീ കനലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ചോറിനുള്ള അരി ഇടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ പെലച്ചക്ക് ഇനിയിപ്പോൾ അജുവിനായാലും കുഞ്ഞുട്ടിക്കായാലും ഓൾക്ക് കടി ഉണ്ടായാൽ മതി. പക്ഷേ എനിക്ക് ചോറും താളിപ്പും ഇല്ലെങ്കിൽ നോൽമ്പ് ശരിയാവില്ല കേട്ടോ. അത് അങ്ങനെ അത്തായം ശരിയാവില്ല, നോൽമ്പ് ശരിയാവില്ല എന്നല്ല, എനിക്കത് അങ്ങനെ ഒരു ശീലമാണ്. അത് എനിക്കെന്താണാവോ, എനിക്ക് ചായക്കടിയും കറി തേങ്ങ അരച്ച കറിയൊക്കെ കൂട്ടുമ്പോൾ ഒരു നെഞ്ചരിച്ചിലാണ്. എനിക്ക് താളിപ്പും ചോറും കിട്ടിയെങ്കിലേ എനിക്ക് സമാധാനമാകുള്ളൂ. അപ്പം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണേ. ഞാൻ ഈ കറി ഇട്ടാൽ പിന്നെ അതവിടെ കിടന്ന് വെന്തോളുമല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ നിസ്കാരം അതിൻ്റെ ഇടയ്ക്ക് മോൻ എണീക്കലും അപ്പോൾ ഓൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണം, തരിക്കഞ്ഞി ഉണ്ടാക്കണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ വീതനം മൊത്തം പാത്രങ്ങളാൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാത്രം കഴുകാൻ പോയാൽ പിന്നെ ഈ പണികളൊന്നും ആ ഒരു ടൈമിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ അടിയിലൊരു പാത്രം കഴുകാൻ നിൽക്കാത്തത് കേട്ടോ. അപ്പം ഞാൻ ചട്ടി തീ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ സവോള വഴച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട്. കട്ട്ലേറ്റിനുമില്ലേ. പിന്നെ എണ്ണക്കടികൾ എന്നൊന്നും ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ. ഇപ്പം നോമ്പ് തുടക്കമല്ലേ, അപ്പോൾ ഒരു 2-3 ദിവസം കുട്ടികൾക്കും തന്നെ നല്ല ഇൻട്രസ്റ്റ് ആക്കാനും കഴിക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസമൊന്നും ഞാൻ ഉണ്ടാക്കലില്ല. അതൊന്നും അത്ര നല്ലതുമല്ല കേട്ടോ. ഞാൻ പിന്നെ ഈ എണ്ണ ചുട്ടപ്പം പോലെയെന്ന് പറഞ്ഞ മാതിരി തോനെയൊന്നും ഉണ്ടാക്കണില്ല. കുറച്ച് ഒരാൾക്ക് 1-2 കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു കണക്കിൽ തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. വരുന്ന ദിവസം ആരതാണോ കോഴി വൈകുന്നേരത്ത് കോഴി ചിക്കൻ ഫ്രൈ ആക്കേണ്ടി വരും ഇപ്പോൾ. അപ്പോൾ അജു കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അജുവിനോടാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടെ വായക്ക് കുഞ്ഞുട്ടി ഇങ്ങനെ വെയിൽ കെട്ടി കൊടുത്തീനി. അപ്പോൾ ആ വെയിലിൻ്റെ ഉള്ളിൽ ഒരു കോഴി കുടുങ്ങിയിരിക്കുന്ന കാരണം അപ്പോൾ അതിന് പേർത്താൻ വേണ്ടിയിട്ട് അജു ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് കാണാൻ അതിന് പോയി നോക്കാൻ സമയമില്ല. അപ്പോൾ ഓൻ അതിൻ്റെ ഇടയിൽ ഓന് അതിനൊക്കെ എങ്ങനെയൊക്കെയാണ് പേർത്തിയൊക്കെ വിട്ടിക്കണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കട്ട്ലേറ്റിനിലെ മറ്റേ ഇതുണ്ടല്ലോ കിഴങ്ങ് വേവിച്ചിട്ട് കുറേ നേരം അതിന്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചില്ലേ പൊടി വാട്ടിയ പാത്രം, അപ്പോൾ അത് അടച്ചു വെച്ച് ഞാൻ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതിൽ ആണ് ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അത് കഴുകുന്നില്ല, അതിക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിന് മാത്രം പൊടിയൊന്നും അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കണമില്ലല്ലോ. അപ്പോൾ വല്ലാതെ അങ്ങോട്ട് പൊടി ചുവച്ച് ഇതാകാൻ മാത്രമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിക്ക് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ അടച്ചെടുത്ത് മാറ്റി വെച്ചത്. തരിക്കഞ്ഞി വേണ്ടേ? അപ്പൊ ഇന്നലെ തേഞ്ഞിട്ടില്ല, ഇറങ്ങാണ്ടല്ലോ ഇവിടെ തല്ലുടീനി. നാളെ ഉണ്ടാക്കൂല കേട്ടോ. എന്നാലേ ഉണ്ടാക്കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടവര് കുടിക്കുക, ഇഷ്ടപ്പെടാത്തവര് കുടിച്ചണ്ട. അതിനനുസരിച്ച് ബാക്കി എല്ലാ ദിവസവും ഒന്നും തരിക്കഞ്ഞി ഉണ്ടാക്കും നിങ്ങൾ വിചാരിക്കും ചെയ്യരുത്. മറ്റു ദിവസങ്ങളിൽ ഉണ്ടാക്കുള്ളൂ ചിലപ്പോൾ.
അപ്പോൾ ഇന്നലെ തരിക്കഞ്ഞി ഉണ്ടാക്കിയപ്പോഴേ എല്ലാവർക്കും ഈ 2 ഗ്ലാസ് എടുക്കാനേ ഉണ്ടായുള്ളൂ, തേഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ സേമിയ വറുത്തിട്ടും റവ വറുത്തിട്ടും അങ്ങനെയൊക്കെ പലവിധ വെറൈറ്റിയും ചെയ്യാം. ഞാൻ ഒരു വെറൈറ്റിക്കും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ആള് അവിടുന്ന് ഇളകുന്നതോടുകൂടി ആയിക്കോട്ടെ, ഞാൻ കട്ട്ലേറ്റ് ഷേപ്പാക്കാം കേട്ടോ. നിങ്ങൾ എവിടെ ഇതിൻ്റെ ആ ഷേപ്പാക്കുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ അജു തരിക്കഞ്ഞി ഇളക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സിമ്മിലിട്ടിട്ട് ആള് തരിക്കഞ്ഞി ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒരു വട്ടുണ്ട്, ആ വട്ടിലിട്ടിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതാ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ. ഇളക്കാൻ ഏൽപ്പിച്ച ആള് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൽക്കുലത്താക്കിക്കണ്. കുറച്ചൊന്ന് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഷേപ്പാക്കി വെച്ചത് ഇവിടെ അതിൻ്റെ ഒരു വട്ടുണ്ട്, ഇനി ഒരു വട്ട്. അപ്പോൾ ആ വട്ടിലിട്ടിട്ടാണ് ഷേപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കൈ പിടിച്ച് അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇത് നമ്മുടെ റസ്ക് പൊടിയിലാണ് കേട്ടോ ഇതാക്കിയത്. എനിക്ക് റസ്ക് പൊടി ഒരു അബദ്ധമായോ എന്നൊരു തോന്നൽ. ഇതിലേറെ നല്ലത് ബ്രെഡ് ക്രംസ് തന്നെ ആയിരുന്നു എന്ന് തോന്നിപ്പോയി കേട്ടോ. കാരണം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തപ്പോഴൊക്കെ എനിക്ക് വല്ലാണ്ട് അത് ബ്രെഡ് ക്രംസ് ആ ഒരു റസ്ക് പൊടിയൊക്കെ വല്ലാണ്ട് എണ്ണയിൽ കലങ്ങി പോണ മാതിരിയൊക്കെ തോന്നി. ബ്രെഡ് ക്രംസിന് അത്ര അങ്ങോട്ട് ഇല്ലാന്ന് തോന്നി. പിന്നെ നോമ്പായാൽ നമ്മളിവിടെ അധികം പ്രത്യക്ഷപ്പെടുന്ന സാധനമാണ് ഈ ബത്തക്ക വെള്ളം. അപ്പോൾ ബത്തക്ക വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കുട്ടി അതിൻ്റെ ആ ഒരു വെള്ള പോഷനും കൂടി ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജു അതൊക്കെ ചെത്തിയെടുത്ത് പാത്രത്തിൽ ആക്കിയിട്ട് ഓനൊക്കെ പീസ് ആക്കുന്നുണ്ട്. അപ്പോൾ ബത്തക്ക വെള്ളം അപ്പോൾ അതാ ഓലെന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ആ മഞ്ച മൊത്തം അതും ഇതും ഒക്കെ ആക്കിയിട്ട് ഇരപ്പാക്കി തരും. എന്നാലും ഓലെന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് കൂടിത്തരും. അപ്പോൾ കൂടുമ്പോൾ ഞാൻ അത് വേണ്ടാന്ന് പറയൂല. അത് എടുക്കുന്നത് എന്തായാലും ആ ഒരു ചെറിയ പണി നമുക്ക് ആശ്വാസം. അപ്പോൾ ആ പാലും പിന്നെ ഞാൻ വത്തക്കയും ഇങ്ങനെ ഒന്ന് കുത്തി ഇങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ കയ്യിൽ വെച്ചിട്ട്. പിന്നെ നല്ല മധുരമുള്ള വത്തക്കീനു, അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഞാൻ പഞ്ചസാരയൊന്നും ചേർത്ത് അതിനെ ഇടങ്ങാറാക്കണില്ല എന്ന് വിചാരിച്ച് പിന്നെ കസ്കസ് വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അജുവ കൊണ്ടുവന്ന് ഒഴിച്ചത് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചീനു. മധുരം അല്ലെങ്കിലും നല്ല സാധനമൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിന് മധുരം ഉണ്ടെങ്കിൽ പിന്നെ ആ മധുരം തന്നെ മതി വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ വേറെ നാരങ്ങ വെള്ളം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചിലപ്പോൾ അത് ഉണ്ടാക്കിയ ബാക്കി കാരം. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ഇതൊരു തണുത്ത വെള്ളം പിന്നെ നമ്മുടെ തരിക്കഞ്ഞില്ലേ ഒക്കെ പാടുണ്ടാക്കിയാണ്ട് ബാക്കിയായാൽ പിന്നെ ഇത് 2 ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ആർക്കും ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ കട്ട്ലേറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളം റെഡിയായി, തരിക്കഞ്ഞി റെഡിയായി, പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിനി, അതും കേക്ക് എടുത്ത് വെച്ചിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കി നോമ്പ് തുറക്കണതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഈ ഒരു സമയമായപ്പോഴത്തേന് ഞാൻ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ കൂടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾ ഫ്രീ ടൈമിനനുസരിച്ചിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.